കൊരങ്ങൻ സീരിയസ് ആണ്, അതിനേക്കാൾ സീരിയസ് ആണ് ഈ കേശവൻ. നിങ്ങൾ സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ലക്ഷറി ഹോസ്പിറ്റലിൽ IC കിടക്കുവാണ് കൊരങ്ങൻ. കൊരങ്ങനെങ്ങാനും തട്ടിപ്പോയാ നിന്റെ അച്ഛന്റെ കട്ടപ്പോകേടി കട്ടപ്പോക. ആ കൊരങ്ങനെ കൊണ്ട് ICU ഇട്ടിട്ട് ഇത്രയും സീരിയസ് ആയിട്ടിരിക്കുന്നു എന്നെ ഒരു 2 മിനിറ്റ് എങ്കിലും അവൻ ICU-ക്കകത്ത് കയറ്റിയോ ചോദിച്ചു നോക്ക്. അപ്പൊ കൊരങ്ങനാണോ നിന്റെ അമ്മായിപ്പൻ, അതോ ഞാനാന്നോ? അയ്യോ, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഫ്രീസർ ഇവിടെ മേടിച്ച് വെച്ച് തന്നെ. അങ്ങനെ നല്ല കാര്യമൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ ഇന്ന് വരെ. ചെയ്തിട്ടുണ്ടോ? അച്ഛാ ഇങ്ങനെ പറഞ്ഞു എന്തോന്നും വെച്ചാ മൊബൈൽ മോർച്ചറിന്റെ കാര്യം ഈ പറയുന്നത്. ഇവൻ എന്നെ തല്ലിക്കൊന്ന് മോർച്ചറി വെച്ചിട്ട് എന്റെ വീടും പുരയിടം കൊണ്ടുപോകാനാ ഇവന്റെ പരിപാടി. അയ്യോ, ഒരു വീടും പുരയിടം. ഇതിന്റെ അകത്ത് കയറണമെങ്കിൽ 100 പാമ്പിന്റെ അടുത്ത് അനുവാദം ചോദിക്കണം. അതാണ് വീടും പുരയിടം. ആളിലിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ഒരു മലമ്പാമ്പ് അവിടെ എപ്പോഴും സ്ഥിരമായിട്ട് വരും. ഈ വീടും പുരയിടം ഒന്നും എനിക്ക് വേണ്ട. എടി, നിന്നെ കെട്ടിയ കാലത്ത് നിന്റെ അച്ഛൻ എന്നോട് എന്തോ പറഞ്ഞെന്നറിയാവാ? കെട്ടിയതിന്റെ പിറ്റേ ദിവസം ഈ സ്ഥലവും പറമ്പും എന്റെ പേരിലും ഇവിടെ പേരിലുമായിട്ട് എഴുതി വെക്കാന്ന്. വർഷം 8 ആയി. എഴുതാത്ത എന്താന്ന് ചോദിച്ചപ്പോ എന്നോട് പറയുക, എനിക്ക് എഴുത്തും വായന അറിയത്തില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എനിക്ക് എഴുത്തും വായന അറിയത്തില്ല. അച്ഛൻ പറഞ്ഞ കല്യാണം കഴിച്ചപ്പോഴേ പറഞ്ഞ അച്ഛൻ എഴുത്തും വായന അറിയത്തില്ലെന്ന്. നിന്റെ അച്ഛനാണ് എഴുതി തരുന്നത്. ആധാർ ഓഫീസുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരാണ് നമുക്ക് സ്ഥലം എഴുതി തരുന്നത്. ഇത് അടവ്, നിന്റെ അച്ഛന്റെ അടവ്. 10 പൈസ ഇയാള് കയ്യിലെടുക്കത്തില്ല. അറുക്കിയാണ് ഇയാള്, പിശുക്കനാണ് ഇയാള്. പിശുക്ക് നിങ്ങൾക്ക് കേൾക്കണോ? ഒരു ദിവസം കുറച്ച് പഴഞ്ചോറ് ഇവിടെ മിച്ചം വന്നു. ഇവൾ അപ്പുറത്തെ പട്ടിക്ക് കൊണ്ട് കൊടുത്തപ്പോ പട്ടി പോലും വേണ്ടെന്ന് പറഞ്ഞ പഴഞ്ചോറ്. അത് ഇവൾ അപ്പുറത്തെ പൊട്ടക്കിണറ്റിലെടുത്ത് ഒറ്റ ഏറായിരുന്നു. ഞാൻ നോക്കുമ്പോ ചോറിയെന്ന് വീടിനേക്കാൾ മുമ്പ് ഇയാള് കിണറ്റിലെടുത്ത് ചാടിയേക്കും. ഇയാൾക്ക് എന്തെങ്കിലും പറ്റുമോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെന്ന് കിണറി നോക്കുമ്പോ കാന്താര സിനിമയിൽ ഋഷഭ് ഷെട്ടി നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഇയാള്. സംഭവം എന്താന്നറിയാവാ? ഈ ചോറല്ലേ വെള്ളത്തിൽ കിണറ്റിട്ടത്, മീൻ കൊത്തുകയായിരുന്നു. ആ കൊത്ത് സഹിക്കാൻ പറ്റാതെ എന്നെ കളിയാക്കിയത് കണ്ടോടി ഈ നാട്ടുകാരുടെ മുന്നേ വെച്ചാൽ എന്നെ കളിയാക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, ഈ പന്നനെ കെട്ടുന്നത് വെറും പന്നനാടി. ഇവൻ അനുഭവിച്ചോടി. ഞാനിവിടെ നിന്നായിരുന്നു ഋതിക് റോഷൻ വന്ന് എന്നെ കെട്ടിക്കൊണ്ട് പോയാന്. ഞാനിവിടെ പോയോണ്ട് എനിക്ക് കഞ്ഞി കുടിച്ച് ഞാനിപ്പോ ജീവിക്കുന്നു. ഇയാള് വായെടുത്ത് വളയ്ക്കുന്ന എന്തേലും കഴിക്കാനും ആരെങ്കിലും പറ്റി കുറ്റം പറയാനും വേണ്ടിട്ടാണ്. ഒരു ദിവസം പുള്ളിക്ക് ആരെയും കുറ്റം പറയാൻ കിട്ടിയില്ല. അതിന് എന്നെ വിളിച്ച് അപ്പുറത്തെ മരത്തിന്റെ ചോട്ടിൽ പോരുന്ന സണ്ണി ലിയോനെ പറ്റി കുറ്റം പറയുന്നു. അവരുടെ അഭിനയം പോരെന്ന്. എന്റെ ദൈവത്തിനാണ് നേരെ ഇയാള് പറയാണ് അവരുടെ അഭിനയം പോരെന്ന്. സുമ എന്തുവാ? ആരാടാ നിനക്ക് എന്റെ മോളല്ല? ജീവിതം തകിപ്പിച്ചെന്റെ ദൈവമേ, ഇറങ്ങിപ്പോയി. എനിക്ക് വയ്യ. നിന്റെ അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാൻ ടാറ്റാസുമ വിളിക്കണ്ടേന്ന് ചോദിക്കാൻ പറ്റുമായിരുന്നു. അതായിരുന്നു. കണക്കുടാ പറഞ്ഞോണ്ടിരിക്കാൻ ഫോൺ അയക്കുന്നത്. എനിക്ക്